കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് അന്വേഷണത്തിന് തൽസ്ഥിതി റിപ്പോർട്ട് CBI ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ആർജിക്കർ ആശുപത്രിയിലെ അക്രമത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ബംഗാൾ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഗൗതം അനന്തനാരായണനോട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. ഗൗതം, കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്ന വേളയിൽ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ബംഗാൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കോടതി. ഇനി ഇതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എടുക്കുക. എപ്പോഴായിരിക്കും കേസ് പരിഗണിക്കുന്നത്? രജനി, ഉടൻ തന്നെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഇപ്പോൾ CBI നിലവിൽ സീൽ ചെയ്ത കവറിൽ ഈ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടത്തിയ അന്വേഷണത്തിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് അടങ്ങുന്ന റിപ്പോർട്ടാണ്, തൽസ്ഥിതി റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ CBI സുപ്രീം കോടതിയിൽ വെക്കുന്നത്. നമുക്കറിയാം, ഈ കേസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ കൊൽക്കത്ത പോലീസ് വളരെ ദുർബലമായ അന്വേഷണം നടത്തുകയും അതിനെതിരെ വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതിയാണ് കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ CBIയെ ഏൽപ്പിച്ചത്. എന്തായാലും CBI അന്വേഷണം വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഒരുപക്ഷെ ഈ കോളേജിന്റെ പ്രിൻസിപ്പലിനെ പലതവണ CBI ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇയാളെ ഉടൻ തന്നെ നുണപരിശോധനയ്ക്ക് ഉൾപ്പെടെ CBI വിധേയമാക്കും എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ തൽസ്ഥിതി റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ CBI വെക്കുന്നത്. ഒപ്പം ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ നിലപാട് കൂടി ആരായും. ഒരു ദിവസം മുൻപ് 20-ാം തീയതി ഈ കേസ് ആദ്യമായി സുപ്രീം കോടതി സ്വമേധയാ പരിഗണിക്കുന്ന ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനം പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. FIR ഫയൽ ചെയ്യുന്നതിൽ വന്ന കാലതാമസം, പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളെ പെൺകുട്ടിയുടെ മൃതദേഹം കാണിക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസം, ഒപ്പം സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനമാണ് അന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ മമതാ സർക്കാരിനെതിരെ ഉയർത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ കേസ് ഇപ്പോൾ കോടതി പരിഗണിക്കാൻ പോകുന്നത്. രജനി, ഗൗതമിയുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം എല്ലാം ഉന്നയിക്കുന്നത് ബംഗാൾ സർക്കാരിലേക്ക് തന്നെയാണ്, എല്ലാ ശരങ്ങളും പോകുന്നത്. കാരണം ഈ CBI അന്വേഷണം പോലും വന്നത് ദിവസങ്ങൾ പിന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടായി, പ്രതിഷേധങ്ങളൊക്കെ തന്നെ ശക്തമായതിനു ശേഷമാണ് CBI അന്വേഷണം പോലും നടത്താൻ സർക്കാർ തയ്യാറാകുന്നത് പോലും. അപ്പോഴും ഈ പ്രതിഷേധക്കാർക്ക് നേരെ തിരിയുന്ന സ്വഭാവമായിരുന്നു മമതാ ബാനർജി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് പിന്നിൽ BJP അടക്കമുള്ളവരാണ് ഇങ്ങനെയുള്ള പ്രതിഷേധം നടത്തുന്നതെന്നുള്ള ഭാഷകൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴും ഈ പ്രതികൾക്ക് നേരെ പോകാതെ പ്രതിഷേധക്കാർക്കെതിരെ ഉന്നയിക്കുന്ന രീതിയായിരുന്നു കണ്ടത്. അതന്ന് സുപ്രീം കോടതി നിശ്ചിതമായി തന്നെ പറയുകയും ചെയ്തു. ഇന്നും ഇതേ രീതിയിൽ തന്നെ ഉള്ള വിമർശനങ്ങൾക്ക് തന്നെയല്ലേ സാധ്യത? ഒപ്പം CBIയുടെ ഈ കാര്യങ്ങൾ, CBI വന്ന് അന്ന് അന്വേഷണം തുടങ്ങിയ ആ സമയം മുതലുള്ള കാര്യങ്ങളടക്കം ഇന്ന് ഹാജരാക്കുകയല്ലേ? രജനി, തൽസ്ഥിതി റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ CBI സമർപ്പിക്കുന്നത്. ഒപ്പം രാജ്യവ്യാപകമായ പ്രതിഷേധം ഈ കൊൽക്കത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഈ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട മൃദു സമീപനവും ഒപ്പം ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുവാനെടുത്ത ശ്രമങ്ങളുമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ തെളിവ് ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ട് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ആ മാനേജ്മെന്റിനെ, ആർജിക്കർ ആശുപത്രിയുടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ മമതാ സർക്കാർ വലിയ തിടുക്കം കാണിച്ചു. ഇതാണ് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന സന്ദീപ് ഘോഷ്, ഇയാൾ മുൻപും വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിൽ സാമ്പത്തിക തട്ടിപ്പ്, അവിടെ എത്തുന്ന മൃതദേഹങ്ങൾ, അതായത് ഉടമസ്ഥരില്ലാത്ത മൃതദേഹങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, ഈ വിഷയങ്ങളിലെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഇയാൾക്ക് നോട്ടീസ് അയച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ മുൻപും വിവിധ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. വകുപ്പ് തല അന്വേഷണത്തിൽ വലിയ ക്രമക്കേടുകൾ ഇയാൾക്കെതിരെ തെളിഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രിൻസിപ്പലിനെ പോലും സംരക്ഷിക്കാൻ കൊൽക്കത്ത പോലീസ് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും പിന്നീട് ഈ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കൊൽക്കത്ത ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറുകയായിരുന്നു. അതിനാൽ CBI അന്വേഷണത്തിൽ മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്കാകെ വിശ്വാസമുള്ളത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെളിവ് നശിപ്പിക്കാനും പ്രതികളെ സംരക്ഷിക്കുവാനും ഭരണകൂടം തന്നെ ശ്രമിച്ചത് ഒരുപക്ഷെ CBIക്കും ഇപ്പോൾ തലവേദനയാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തായാലും കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി വീണ്ടും അല്പസമയത്തിനകം തന്നെ പരിഗണിക്കാൻ പോവുകയാണ്. കേസ് അന്വേഷണത്തിന് തൽസ്ഥിതി റിപ്പോർട്ട് CBI ഇന്ന് കോടതിയിൽ സമർപ്പിക്കും.